നമസ്കാരം. NSS ജനറൽ സെക്രട്ടറി നമ്മുടെ പെരുന്ന പോപ്പ് സുകുമാരൻ നായർക്ക് ഒരു നല്ല ഒന്നാന്തരം പണി തന്നെയാണ് ഡൽഹി NSS നൽകിയിരിക്കുന്നത്. ഒരു സമയത്ത് CP രാധാകൃഷ്ണനെ പെരുന്നയിലെ NSSന്റെ ആസ്ഥാനത്തുള്ള മന്നം സമാധിയിൽ കയറ്റില്ല എന്ന് നമ്മുടെ പോപ്പ് പറയുകയുണ്ടായി. ഇന്ന് അതേ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തന്നെയാണ് NSS ഡൽഹി സ്ഥാപിച്ച ഡൽഹിയിലെ മന്നം സമാധി ഉദ്ഘാടനം ചെയ്യുന്നത്. മന്നത്തെക്കുറിച്ച് വളരെ ചരിത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഗംഭീരമായ പ്രഭാഷണവും നടത്തിയിട്ടുണ്ട്. മന്നം എങ്ങനെയായിരുന്നുവെന്ന് ഒരുപക്ഷെ സുകുമാരൻ നായർക്ക് പോലും അത് വ്യക്തതയുണ്ടാകില്ല. മന്നം നടത്തിയ കുറിച്ച് അദ്ദേഹം എങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ നവോത്ഥാനത്തെ നിയന്ത്രിച്ചിരുന്നത്, കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ അദ്ദേഹം എന്ത് പങ്കാണ് വഹിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യവും ശക്തവുമായ ഒരു പ്രഭാഷണവും അദ്ദേഹം നടത്തുകയുണ്ടായി. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കനത്ത രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് NSSന്റെ കേരളത്തിലെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു ഏകാധിപതിയെ പോലെ അദ്ദേഹം കേരളത്തിലെ NSSനെ കൈകാര്യം ചെയ്യുകയായിരുന്നു. ഒരു പ്രബല സമുദായത്തിനെ ഒരു പാർട്ടിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുക, തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ പല കാര്യങ്ങളെയും വളച്ചൊടിക്കുക, ഇതിന് ഏറ്റവും അഭിമാനകരമായി ഹിന്ദു സമൂഹം പോരാടിയ ശബരിമല പ്രക്ഷോഭത്തിനെ പോലും തനിക്ക് വേണ്ടി അത് മാറ്റി വളച്ചൊടിക്കുക, ഗണപതി മിത്താണ്, അയ്യപ്പൻ മിത്താണ് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി വാദിക്കുക തുടങ്ങിയ ചില കലാപരിപാടികളായിരുന്നു സുകുമാരൻ നായർ കുറച്ച് നാൾ കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും NSSന്റെ സമുദായ അംഗങ്ങൾ തന്നെ സുകുമാരൻ നായർക്ക് നല്ല ഒന്നാന്തരം പണി കൊടുത്തിട്ടുണ്ട്. സമുദായ അംഗങ്ങൾ പലർക്കും സുകുമാരൻ നായരോട് നല്ല കലിപ്പുണ്ട്, നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട്. കാരണം ആ രീതിയിലാണ് ഇയാൾ കേരളത്തിലെ NSSനെ വളച്ചൊടിക്കുവാൻ ശ്രമിച്ചത്, അതിലൂടെ തനിക്ക് വേണ്ടിയിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇനി NSSൽ നിന്ന് മിക്കവാറും കരയോഗങ്ങളിൽ നിന്ന് ആൾക്കാർ പടിയിറങ്ങുന്ന കാഴ്ച കൂടി സുകുമാരൻ നായർക്ക് കണ്ടു നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ സുകുമാരൻ നായർ ഒരു ഗേറ്റ് കീപ്പർ ആവുകയോ അല്ലെങ്കിൽ കുഷ്ണിക്കാരനായി മാറുകയോ ഒക്കെ ആയിരിക്കും ഇനി NSSൽ അഭികാമ്യം. അല്ലാതെ NSSന്റെ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് തുടരുവാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഒരു ഏകാധിപതിയെ പോലെ അയാൾ എടുത്ത തീരുമാനങ്ങൾക്കൊക്കെയും വലിയ തിരിച്ചടി തന്നെയാണ് ലഭിക്കുവാൻ പോകുന്നത്. ആരെയൊക്കെയാണ് അദ്ദേഹം മാറ്റി നിർത്തിയത്? സുകുമാരൻ നായർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് മന്നം സമാധിയിൽ പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അനുമതി കൊടുക്കുന്നതിൽ എന്തായിരുന്നു തെറ്റ്? മന്നം സമാധി എന്താണ്? സുകുമാരൻ നായരുടെ കുടുംബ സ്വത്താണോ? മറ്റെന്തെങ്കിലും ഈ NSSന്റെ മറ്റു സ്വത്തുക്കൾ പോലെ ഇദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്തായിട്ടാണ് അതിനെ പരിഗണിക്കപ്പെടുന്നത്. NSSന്റെ സ്വത്തുക്കൾ പോലും ഇദ്ദേഹം കുടുംബ സ്വത്തിനെ പോലെയാണ് ഈ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അത് കേരളത്തിലെ സമുദായ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മന്നം സുരുക്കൂട്ടിയതാണ്. പിടിയരി വാരി മന്നം സുരുക്കൂട്ടിയ ആ ധനം മൊത്തം സുകുമാരൻ നായർ ഒരു പ്രമാണിയെ പോലെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മറുപണി ആവശ്യം തന്നെ ആയിരുന്നു. അങ്ങനെ ഡൽഹിയിൽ നായർമാർ ഒരുമിച്ച് ചേരുമ്പോൾ എന്തായാലും മന്നത്ത് പത്മനാഭൻ്റെ ആസ്ഥാനം, പുതിയൊരു ആസ്ഥാനം വരുമ്പോൾ എന്തായാലും പെരുന്നാപ്പോപ്പിൻ്റെ കരണത്തേറ്റ അടി തന്നെയായിട്ട് അത് മാറുന്നു. പെരുന്നാപ്പോപ്പിൻ്റെ സമയത്ത് തന്നെ NSS ശിഥിലീകരിക്കപ്പെടണം എന്നായിരിക്കും ചിലപ്പോൾ ദൈവനിയോഗം. പിണറായി വിജയനെ പോലെ NSSന്റെ ഒരു പിണറായി വിജയന് ദുഃഖിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള NSSന്റെ പുതിയ മന്നം സമാധി തീർച്ചയായും ആവശ്യമായ ഘടകം തന്നെയായിരുന്നു.